ട്രെയിനിൽ കുഴഞ്ഞു വീണ് യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ റെയിൽവേയുടെ വാദങ്ങൾ ഒരു സഹയാത്രികൻ തള്ളിക്കളയുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കുമെന്ന് ടി.ടിക്ക് ഉറപ്പ് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ശ്രീജിത്തിനെ അവിടെ എത്തിച്ചപ്പോഴാണ് ആംബുലൻസ് അവിടെ ഇല്ലെന്ന് മനസ്സിലായത്. അരമണിക്കൂറോളം പ്ലാറ്റ്ഫോമിൽ കിടന്ന് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ള കാര്യം ആദ്യം റെയിൽവേ നിഷേധിച്ചു. എന്നാൽ റെയിൽവേ കുറച്ചുകൂടി വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വന്നതോടെ റെയിൽവേ ചെറുതായിട്ടൊന്ന് മലക്കം മറിഞ്ഞിട്ടുണ്ട്. ഈ സഹയാത്രികനായ അശ്വിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അവിടെ ഒരു അരമണിക്കൂറോളം ശരിക്കും ഡിലേ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ മുളങ്ങുന്നത്താവ് സ്റ്റേഷനിൽ നിർത്തിച്ച് തന്നെ നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ TTR ത്രൂ. അപ്പോൾ നമുക്കവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ട്രെയിൻ നിർത്തിയിട്ടുള്ളത്. അവിടെ ആരും ചങ്ങല വലിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ S8 കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ശ്രീജിത്തിനെടുത്ത് നമ്മൾ കൊണ്ടുപോവുക ചെയ്തത്. ക്യാരി ചെയ്തിട്ട് ഓടുകയാണ് അങ്ങോട്ട് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ആംബുലൻസ് ഫെസിലിറ്റി വേറെ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത്. അത് ഈ TTRും അറിയണത് അപ്പോൾ തന്നെയാണ്. കാരണം അവരും ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിലുള്ള സ്റ്റാഫുകൾ എടുത്തിട്ട് തർക്കിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. ഡോക്ടർ പറഞ്ഞത് പ്രകാരം 20-25 മിനിറ്റ് മുന്നേ ആൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. പല പ്രേക്ഷകരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും അടുത്തൊരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ യാത്ര ചെയ്താൽ അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മുളങ്ങുന്നത്തുകാവിലാണ്. അപ്പോൾ അവിടെ മറ്റെന്തെങ്കിലും വാഹനം ഉപയോഗിച്ച് അവിടെ എത്തിക്കൂടായിരുന്നു എന്നൊരു ചോദ്യം അവർ ചോദിച്ചിരുന്നു. എന്നാൽ ഇത് രാത്രി 12 മണിക്കാണ്. ഓട്ടോറിക്ഷയൊന്നും കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഇപ്പോൾ വരും എന്ന് കാത്തിരുന്നവരുടെ മുന്നിൽ അരമണിക്കൂറിന് ശേഷമാണ് ഈ ആംബുലൻസ് എത്തിയതും അതിനു മുമ്പ് തന്നെ അയാൾ മരിച്ചു പോവുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവമായൊരു അന്വേഷണം വേണം. TTയുടെ ഇൻഫർമേഷൻ വന്നാൽ എന്തുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയില്ല എന്നതിന് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതാണ്. കാരണം അവരവിടെ നിൽക്കുന്നത് ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവർ പ്രവർത്തിക്കണമെന്ന് കൂടി അവർക്ക് അത്യാവശ്യം വിവരം ഉണ്ടാകണം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ 15 ദിവസങ്ങൾക്കും റിപ്പോർട്ട് നൽകാൻ പോലീസിനും സദേൺ റെയിൽവേക്കും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 24 ഇമ്പാക്ട് സൂരജ് സജിയാണ് ആദ്യമായി വാർത്ത പുറത്തുവിട്ടത്. സൂരജ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഈ മുളങ്ങുന്നത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്? എന്തായാലും അരമണിക്കൂർ നേരം ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് കാത്തുകിടന്ന് ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർണായക ഇടപെടൽ വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ 24 വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള V. ഗീതയുടേതാണ് ഉത്തരവ്. 15 ദിവസത്തിനകം സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജറും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ സംഭവത്തിൽ ഈ റെയിൽവേ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല. ഈ യാത്രക്കാർ ചങ്ങല വലിച്ച് ഈ മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു റെയിൽവേയുടെ വാദം. പക്ഷേ അത് സഹയാത്രികനായിട്ടുള്ള അശ്വിൻ തള്ളുകയാണ്. കാരണം ഈ അശ്വിനാണ് ഈ ശ്രീജിത്തിന്റെ ഒപ്പം ആംബുലൻസിൽ കയറിപ്പോയത്. അപ്പോൾ ഈ അശ്വിൻ തന്നെ പറയുന്നുണ്ട് അത് TTമാരാണ് ഇടപെട്ടുകൊണ്ട് സാധാരണ എങ്ങനെയാണ് ഒരു ട്രെയിൻ നിർത്തേണ്ട നടപടിക്രമം, ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഈ റെയിൽവേ ജീവനക്കാർ തന്നെയാണ് അവിടെ ട്രെയിൻ നിർത്തിയത്. അത് കൃത്യമായ പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രെയിൻ നിർത്തുന്നു. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് ഈ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കുമെന്ന് TTമാർക്ക് ഉറപ്പ് ലഭിച്ചതാണ്. പക്ഷേ ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടില്ല. ഇതോടുകൂടി അവിടെ ഈ അശ്വിനുമായി ഇറങ്ങിയതിനു ശേഷം ഈ TTമാർ തന്നെ ഈ സ്റ്റേഷൻ മാസ്റ്ററുമായി തർക്കിച്ചു എന്നുള്ളതാണ് അശ്വിൻ പറയുന്നത്. എന്തുകൊണ്ട് ആംബുലൻസ് സജ്ജീകരിച്ചില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവർ തന്നെ ഒരു ഘട്ടത്തിൽ കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആംബുലൻസ് എത്തും എന്ന് അവർ പറഞ്ഞത് പ്രകാരമാണ് ഈ അരമണിക്കൂർ നേരം അവിടെ കാത്തു നിന്നത്. പക്ഷേ ഈ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി യാത്രക്കാരടക്കം നിരന്തരം ശ്രമിച്ചെങ്കിൽ പോലും ഈ ആംബുലൻസ് ഉൾപ്പെടെ ലഭ്യമാകാതായതോടുകൂടി അശ്വിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിശദീകരണം, ഈ അശ്വിനെ പിന്നീട് ഈ ട്രെയിനിൽ തന്നെ തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. ആ സമയത്ത് യാത്രക്കാർ വീണ്ടും ചങ്ങല വലിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതും അശ്വിൻ നിഷേധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ശ്രീജിത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുകയായിരുന്നു. അതിനിടയിൽ ഈ യാത്രക്കാരെ കയറ്റാതെ, അതായത് പകുതി യാത്രക്കാർ പുറത്തു നിൽക്കുന്ന സമയത്ത് ഈ ട്രെയിൻ എടുത്തു പോകാൻ സിഗ്നൽ നൽകി. ഇതോടുകൂടി യാത്രക്കാർ വലിയ പ്രതിഷേധം ഉയർത്തി. പിന്നീട് ഇതേ TT തന്നെ ട്രെയിനിൽ കയറി ചങ്ങല വലിച്ചാണ് ഈ യാത്രക്കാർ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ട്രെയിൻ നിർത്തിയതെന്നു കൂടി അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള റെയിൽവേയുടെ എല്ലാ വാദങ്ങളും തള്ളുകയാണ്. ഇതിലൊരു കാര്യമുള്ളത്, ഈ ശ്രീജിത്ത് ഈ അപകടാവസ്ഥയിലായി ആംബുലൻസിൽ പോകുന്ന സമയത്ത് ഈ അശ്വിൻ അടക്കം 3 പേർ ആ ആംബുലൻസിൽ കയറിപ്പോയി. അതിൽ ഒരു തമിഴ്നാട് സ്വദേശിയാണ്. അതായത് കേരളവുമായോ തൃശ്ശൂരുമായോ ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഈ ആംബുലൻസിൽ ശ്രീജിത്തിന്റെ ജീവന് വേണ്ടി കയറി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആ മനുഷ്യൻ കാണിച്ച ഒരു മാനുഷിക പരിഗണന പോലും നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ഓക്കെ,
എന്തായാലും സൂരജ് സജി പറയുന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. കാരണം ഇതൊക്കെ ഈ റെയിൽവേയിലെ ജോലിയൊക്കെ വളരെ യാന്ത്രികമായി കാണുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ സർവീസിലുണ്ട് എന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. കാര്യം ഓടി വരുന്ന ഒരു ട്രെയിനിൽ ഇങ്ങനെ രോഗി ജീവന് വേണ്ടി യാചിക്കുന്നുണ്ട് എന്നറിയാതെ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ മറ്റുള്ള അവിടുത്തെ ആളുകളും ഈ നാടിനോട് ചെയ്ത അപരാധം ചില്ലറയല്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.